ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കലാഞ്ചിയ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇതിൻ്റെ 6-7 വെറൈറ്റി കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏതൊക്കെ കളറാണ് എന്നൊന്നും ഇപ്പം മനസ്സിലാകത്തില്ല. ഇത് നേരത്തെ വീഡിയോ ആണ് കേട്ടോ. പൂക്കൾ വന്നപ്പോൾ ഉള്ള കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഒരു 2-3 കളർ നമുക്ക് മനസ്സിലാകും. ബാക്കിയൊന്നും ഇതിൻ്റെ ഇല കണ്ടാൽ മനസ്സിലാകത്തില്ല. ഒരേപോലെയുള്ള ഇലകളാണ് എല്ലാ ചെടിയിലും. 1-2 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസമായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ്റർ സമയത്താണ് ഇതിൽ പൂക്കൾ കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ചൂടുകാലമായി കഴിഞ്ഞാൽ അധികം പൂക്കൾ കാണില്ല, പൂക്കൾ കുറയും. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ചെടിയെ കെയർ ചെയ്യണം. എന്നുവെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം നല്ല ചൂടിൽ നിന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നട്ടില്ലെങ്കിൽ അത് തനിയെ ചീഞ്ഞു പോകും. അതിൻ്റെ ഇലകൾ തനിയെ ചീഞ്ഞു പോയിട്ട് സ്റ്റെമ്മിന് നല്ല ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ ബ്രാഞ്ചസ് ഒന്നും വരാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമ്മളതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റി നട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് കിട്ടും. പിന്നെ ഈ പൊട്ടിച്ച് മാറ്റി വയ്ക്കുന്ന ആ തണ്ടിൽ നിന്നും വേറെ മണ്ടകൾ കിളിർപ്പും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിലും അത് അത്ര ഹെൽത്തി ആയിട്ട് വരാറില്ല എങ്കിൽ പോലും ഈ മാറ്റി വയ്ക്കുന്ന ചെടികൾ നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടും. അതും കെയർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി വയ്ക്കാതെ ഉള്ള ചെടികളുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അതിൻ്റെ ഇലകളെല്ലാം ഒരുമാതിരി ചീഞ്ഞു പോകും. ചില പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിലും പുഴുക്കളുടെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. അത് വേരിലൂടെയും തണ്ടിലൂടെയൊക്കെ അതിനെ അറ്റാക്ക് ചെയ്തിട്ട് ചെടി പതിയെ ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളത് ചെറിയ ചെറിയ പീസാക്കി മാറ്റി നട്ട് കഴിഞ്ഞാൽ പുതിയ ചെടിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ ഉണങ്ങാൻ തുടങ്ങിയൊരു ചെടിയാണ്. അതിൻ്റെ റൂട്ടെല്ലാം പോയിട്ടുണ്ട്. അത് മണ്ണിൽ തന്നെ അങ്ങനെ കുറച്ച് ദിവസം കിടക്കും. പെട്ടെന്നൊന്നും അങ്ങ് വാടിപ്പോകത്തില്ല. ഇതിൻ്റെ സ്റ്റെമ്മിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുള്ളത് കാരണം നമുക്കത് പെട്ടെന്ന് അങ്ങനെ വാടിപ്പോകുന്ന ചെടിയല്ല. എന്നാൽ ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇലകളെല്ലാം ചീഞ്ഞ് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെറും കുഞ്ഞ് തണ്ടെടുത്ത് വെച്ചാൽ പോലും കിളിർത്ത് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ മണ്ട നുള്ളുന്ന ഭാഗത്ത് നിന്നും പൊട്ടിക്കിളിക്കും. അതുപോലെ ചുവട്ടിൽ നിന്നും ചെറിയ തൈകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്കിതിനെ മാറ്റിയെടുത്ത് പുതിയതായിട്ട് ചെടികളാക്കി എടുക്കാം. ഞാനിത് ഓൺലൈനിൽ നിന്ന് കുഞ്ഞൊരു തണ്ട് വാങ്ങിച്ചപ്പോൾ പോലും 50 രൂപയ്ക്കാണ് എനിക്കത് കിട്ടിയത്. അതിൻ്റെ പിന്നെ 1 വർഷത്തോളം എടുത്തത് വളർന്ന് കിട്ടാൻ. പിറ്റേ സീസൺ ആയപ്പോഴാണ് അതിൽ പൂക്കൾ വന്നത് തന്നെ. അപ്പോൾ ഇത് മാറ്റി നട്ടതിന് ശേഷം കുറച്ചുള്ള തണ്ടുകളൊക്കെ ഞാൻ അല്ലാതെ നമ്മുടെ ഗ്രൗണ്ടിലും നട്ടിട്ടുണ്ട്, പോട്ടിലല്ലാത്തത്. ഇതുപോലെ ഇനി നല്ല ഹാർഡായിട്ട് സ്റ്റെമ്മ് വരും. പിന്നെ അതിൽ പൂക്കൾ വന്നാലും വലിയൊരു ഇതില്ലാതെ നിൽക്കും. അത് കാരണം നമ്മൾ സീസൺ കഴിയുമ്പം തന്നെ ഇതിനെ മുറിച്ച് മാറ്റി നട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. മഴ കൊള്ളാതെ മാറ്റി വയ്ക്കണം. നല്ല കഠിനമായ ചൂടിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അടുത്ത സീസണിലേക്ക് നമുക്ക് നല്ല തൈകളാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ മാറ്റി വെച്ചാൽ. ഇതിൻ്റെ ബുഷിയായിട്ടുള്ള നല്ലൊരു പ്ലാന്റിന് 120-150 ആ റേറ്റ് വരെയൊക്കെയാണ് ഇവിടെ നഴ്സറിയിൽ കിട്ടിയത്. അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സൊക്കെ. ഇതിൽ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 മാസത്തോളം വരെ അങ്ങനെ തന്നെ നിൽക്കും. കളറിൻ്റെ മങ്ങലൊന്നും വരാതെയും കൊഴിഞ്ഞു പോകാതെ അങ്ങനെ തന്നെ നിൽക്കും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പിന്നെ വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. മീലി ബഗ്സ് പോലെയുള്ള അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മുടെ ഈ പുഴുക്കളുടെ, അതായത് ഈ തണ്ടുതുരപ്പൻ പുഴു പോലെ വെണ്ട ചെടിയിലൊക്കെ കാണുന്ന ആ ഒരു പുഴുവിൻ്റെ അറ്റാക്കും ഇതിലുണ്ടാകാറുണ്ട്. പിന്നെ ലീവ്സൊക്കെ ഒരുപാട് ബുഷിയായിട്ട് വളരാതെ അതിനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി ഇളക്കി കളയാമെങ്കിൽ ഇല്ല ഇങ്ങനെ ചീഞ്ഞു പോകുന്ന ആ ഒരു ഇതും ഉണ്ടാകാറില്ല. അങ്ങനെ ഞാൻ പോട്ടിലൊക്കെ മിക്കവാറും എല്ലാ പോട്ടിലും ഞാൻ ഇതിൻ്റെ തണ്ടിങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ കിളിർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ചെടികളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്,
അതിൽ പൂക്കൾ വന്ന് തുടങ്ങി. പിന്നെ അതിൽ ഉറുമ്പിൻ്റെ ശല്യം. പൂക്കൾ ഇനി ചീത്തയായി പോകുമെന്തോ. ഒരു കുഞ്ഞു തണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് അടുത്ത തൈകളായി വരുന്നുണ്ട്. വേറെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അതിലിതുവരെ പൂക്കൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മാറ്റി വെച്ച ചെടികളാണ്. അതിൻ്റെ മണ്ട നുള്ളി നട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സീസണിലേക്ക് നമുക്ക് നല്ല കുറേ ചെടികളായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലതുപോലെ കിളിർത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു തൈന് 20 രൂപയ്ക്കൊക്കെ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കിളിർത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.